Broglie wavelength associated with a particle of mass m and energy E is h by root of 2me. The dimensional formula for Planck's constant is okay. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? അതായത് ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ ഇക്വേഷനാണ്. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് 2me. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്ന് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ച് ആണ്. എച്ചിൻ്റെ ഡയമെൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ഡയമെൻഷൻ ഓഫ് ലാംഡ ഡയമെൻഷൻ ഓഫ് എച്ച് ബൈ റൂട്ട് ഓഫ് 2meക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ലാംഡ മൾട്ടിപ്ലൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് റൂട്ട് ഓഫ് 2me. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ലാംഡയുടെ ഡയമെൻഷനും റൂട്ട് ഓഫ് 2meൻ്റെ ഡയമെൻഷനും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ചിൻ്റെ ഡയമെൻഷൻ കിട്ടും. ഓക്കെ, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഇനി ലാംഡേൻ്റെയും റൂട്ട് ഓഫ് 2meൻ്റെയും ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഡയമെൻഷൻ ഓഫ് ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ഇസ് ബേസിക്കലി ലെങ്ത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L ആയിരിക്കും. ഓക്കെ, ഇനി ഡയമെൻഷൻ ഓഫ് റൂട്ട് ഓഫ് 2me. ഓക്കെ, 2ന് ഡയമെൻഷൻ ഇല്ല, അതൊരു നമ്പർ ആയതുകൊണ്ട്. എം എന്ന് പറയുന്നത് മാസ്സാണ് ഇവിടെ. ഓക്കെ, മാസിൻ്റെ ഡയമെൻഷൻ എം ആണ്. ഓക്കെ, എനർജീൻ്റെ ഡയമെൻഷൻ എന്താ? എനർജി ഈസ് mL² T⁻². ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാനേ വേണ്ടേ. ഓക്കെ, ഇത് ഹോൾ റേസ് ടു ഒരു 1/2 വേണം. എന്തുകൊണ്ടാണ് 1/2? റൂട്ടിനെ പവറിൻ്റെ രീതിയിലേക്ക് എഴുതുമ്പോൾ 1/2 എന്നാണ് ഇടുക. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ഇതിനൊന്ന് വൃത്തിയിൽ എഴുതി കഴിഞ്ഞാൽ m²L² T⁻² ഹോൾ റേസ് ടു 1/2. ഓക്കെ, ഇനി 1/2 ഉള്ളിലോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ mL T⁻1 കിട്ടും. ഓക്കെ, ലാംഡേൻ്റെയും കിട്ടി, റൂട്ട് ഓഫ് 2meൻ്റെയും ഡയമെൻഷൻ കിട്ടി. ഇനി ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടു. അതേപോലെ ഡയമെൻഷൻ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ലാംഡ എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ L ഇൻറ്റു ഡയമെൻഷൻ ഓഫ് റൂട്ട് ഓഫ് 2me, അത് mL T⁻1. mL T⁻1. ഇതിനൊന്ന് ഒപ്പരം എഴുതി കഴിഞ്ഞാൽ mL² T⁻1. ഓക്കെ, ഇതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ, വിച്ച് ഇസ് ഓപ്ഷൻ mL² T⁻1. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, അതായത് ഇങ്ങനെ എഴുതുന്നില്ലേ അതൊന്ന് മനസ്സിലാക്കണം. പിന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ ഇത് ബൈ ഹാർട്ട് ആക്കണം. ക്വസ്റ്റ്യനിൽ അത്രയേ ഉള്ളൂ. താങ്ക് യു.